ഹായ് ഓൾ, ഖലീഫ. ഞാൻ ഇന്നലെ രാത്രി 7:45 ഷോക്ക് ബാലുശ്ശേരി സന്ധ്യയിൽ പോയി കണ്ടു. ഏകദേശം ഹൗസ്ഫുൾ തന്നെയാണ്, ഒരു 90% കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് കിട്ടാൻ കാരണം എന്താ വെച്ചാല്, ഹൗസ്ഫുൾ ഷോ കിട്ടുക എന്ന് പറയുന്നതാണ് ഈ സിനിമയുടെ വൈബ് എന്ന് പറഞ്ഞാല്. അത് കിട്ടാനുള്ള കാരണം എന്താ വെച്ചാല്, നമ്മള് ബദ്ലഹേം കുടുംബ യൂണിറ്റിന് ടിക്കറ്റ് കിട്ടാത്ത കുറെ ടീംസ് ഓണല്ലേ, ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ ഏതൊരു പടം കാണുക എന്നുള്ളൊരു വൈബിലേക്ക് വരുന്നവരൊക്കെ ഖലീഫയ്ക്ക് വേറെ ഓപ്ഷൻ ഉള്ളൂ. സോ ഖലീഫ ഏകദേശം നല്ല ഓഡിയൻസ് ഉണ്ടായിരുന്നു, അത്യാവശ്യം കുഴപ്പമില്ലാത്ത റെസ്പോൺസ് ഉണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ഒരു റെസ്പോൺസ് ഉള്ള ഒരു ക്രൗഡ് ഉണ്ടെങ്കിൽ മാത്രം ഈ സിനിമയ്ക്ക് കയറുക. അങ്ങനെയുള്ള ഒരു കൊമേഴ്ഷ്യൽ എലമെന്റ്സ് ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു സിനിമയാണ് നമ്മുടെ ഖലീഫ. ഖലീഫയിൽ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് വെച്ചാൽ ഇതിലെ ഫൈറ്റ് തന്നെയാണ്. ഫൈറ്റ് പ്ലസ് പൃഥ്വിരാജിനെ നല്ല യങ് ആയിട്ട് സ്റ്റൈലിഷ് ആയിട്ട് കുറച്ചുകൂടി ഒരു ഹീറോ ടൈപ്പ്, അതായത് ഒരു മാസ് ഹീറോ എന്നുള്ള ഒരു രീതിയിലൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സിനിമയ്ക്ക് കയറാം. അത്ര ഈ സിനിമയെ കുറിച്ച് പറയാനുള്ളൂ. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. സത്യം പറഞ്ഞാല് ഈ സിനിമ കണ്ടിറങ്ങിയപ്പോൾ ഒന്നും മൈൻഡിൽ നിൽക്കുന്നില്ല, ഒരു കാര്യവും മൈൻഡിൽ നിൽക്കുന്നില്ല. ആകെ ഉണ്ടെങ്കിൽ പൃഥ്വിരാജിന്റെ ആ ഒരു സ്ക്രീൻ പ്രസൻസ് തന്നെയാണ്. ഇതിൽ കുറച്ച് ക്യാമിയോസ് ഒക്കെ ഉണ്ട്, നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ലാലേട്ടനുണ്ട്, ടോവിനോ ഉണ്ട്, സൗബിൻ ഉണ്ട്, ഒക്കെ പുറത്തു വിട്ടതാണ്. അവരെന്നെ ഒഫീഷ്യലി പുറത്തു വിട്ടതാണ്. സോ അവരുടെ ക്യാമിക്കൊന്നും ഒരു ഇമ്പാക്റ്റും ഇല്ല. ലാസ്റ്റ് ടൊവിനോ വരുന്നത്, ടൊവിനോന്റെ ആ ലുക്കും കോസ്റ്റ്യൂം സീൻ എന്ന് പറഞ്ഞാൽ അസാധ്യ സീനാണ്, ഒരു രക്ഷയില്ല. അത് വന്നിട്ട് കൂടി തിയേറ്റർ കത്തിച്ച്. ലാലേട്ടന്റെ എൻട്രി പിന്നെ പറയണ്ടല്ലോ, ലാലേട്ടന്റെ എൻട്രി ആണെന്ന് തോന്നുമ്പോൾ തന്നെ ഫുൾ കൈയടി വിസിലൊക്കെയാണ്. പക്ഷെ ആ ഒരു എൻട്രിക്ക് ഉണ്ടായ ഒരു ബിൽഡപ്പിന്റെ പകുതി പോലും പകുതി പോലും ഇമ്പാക്ട് ആ ക്യാരക്ടറിന് തരാൻ പറ്റിയിട്ടില്ല. അത് നെക്സ്റ്റ് പാർട്ടിലേക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളത് മനസ്സിലായി. എന്നാൽ പോലും ലാലേട്ടൻ വന്നതിന് ശേഷമുള്ള ആ പെർഫോമൻസും ആ ഒരു ഡയലോഗ് ഡെലിവറിയും ഒന്നും തന്നെ ഒരു ഇമ്പാക്ട് തരാൻ പറ്റിയിട്ടില്ല. പിന്നെ പറയാനുള്ളത് ഇതിലെ കാർ ചേസിങ് സീൻസ് ഒക്കെയാണ്. ഇതിൽ ഒരു കൊമേഴ്ഷ്യൽ സിനിമ എന്നുള്ള രീതിയിൽ ടെക്നിക്കൽ സൈഡ് നോക്കുകയാണെങ്കിൽ സൂപ്പറാണ്. വൈശാഖാണുള്ള ആള്, വൈശാഖ് നല്ല അറിഞ്ഞ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് പണിയൊക്കെ. അത് DOP ആണെങ്കിലും ഒക്കെ സൂപ്പറാണ്. പക്ഷെ ഇതിന്റെ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ പക്ക പഴയ സ്ക്രിപ്റ്റ്, പക്ക റിവഞ്ച് മോഡ്. ആ റിവഞ്ച് പറയുമ്പോഴാണ് ഇതിൽ എസ്പെഷ്യലി എടുത്തു പറയേണ്ട ഒരു സീനുണ്ട്. ഇവരുടെ വീട്ടിൽ നിന്നൊരു ഫൈറ്റ് ഉണ്ട്, അതായത് പൃഥ്വിരാജിന്റെ തറവാട്ടിൽ നിന്നൊരു ഫൈറ്റ് ഉണ്ട്. അത് അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ്സിന്റെ ഒരു ഫൈറ്റ് ആണ്. എന്റെ പൊന്നെ, പക്കാ സാധനം എന്ന് പറഞ്ഞാല് റിയൽ ഫൈറ്റേഴ്സ് ആണെന്ന് തോന്നുന്നവര്, അവര് വന്നിട്ട് അവരുടെ ഒരു അഴിഞ്ഞാട്ടുണ്ട്. തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ കൈയടി കിട്ടിയത് അതിനാ, ഏറ്റവും കൂടുതൽ കൈയടി അറിയാണ്ട് എല്ലാവരും കൈയടിച്ച ഒരു സീൻ എന്ന് പറഞ്ഞാല് ആ ഒരു സെക്യൂരിറ്റി ഗാർഡ്സിന്റെ ഒരു ഫൈറ്റ് ഉണ്ട്. സൂപ്പർ അസാധ്യ സാധനം. ആ സാധനം കണ്ടപ്പോൾ തിയേറ്ററിൽ പൈസ മുതലായി എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, ആ സംഭവം എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഇതിലെ റൊമാൻസ്, പൃഥ്വിരാജ് എന്റെ പൊന്നെ, പഴയ കാലഘട്ടത്തിലെ പൃഥ്വിരാജിന്റെ പിന്നെ പക്ക പഴയ നമ്മുടെ സ്വപ്നക്കൂടുള്ള കുഞ്ഞുഞ്ഞില്ലേ, ആ ലുക്കിലെ പൃഥ്വിരാജ് എന്ത് രസറിയോ. ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇങ്ങനെ കണ്ടിരിക്കാനൊക്കെ ഒരു ഇഷ്ടം തോന്നുന്നവർക്കൊക്കെ സിനിമയ്ക്ക് കയറട്ടോ. ആ രീതിയിൽ സ്റ്റൈലിഷ് ആയിട്ട് ഇങ്ങനെ യങ്ങായിട്ട് അങ്ങോട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. സിനിമയുടെ തുടക്കം തന്നെ ഒരു സോങ് ഒക്കെ ഉണ്ട്, ഒരു വെഡിങ് സോങ്. അത് നല്ല ഓളായിരുന്നു കേട്ടോ, നല്ല വൈബായിരുന്നു. നല്ലൊരു സിനിമയിലേക്ക് നമ്മളെ ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സോങ്, അതിന്റെ കൊറിയോഗ്രാഫി, ആ ഒരു മൂഡൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മാമ്പ്രക്കൽ അഹമ്മദ് അലിയാണ് ഇതിന്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത്. അതിലേക്കുള്ള ഒരു യാത്രയാണ് സിനിമ. മാമ്പറക്കൽ അഹമ്മദ് അലി ആരായിരുന്നു എന്ന് കാണിക്കാനായിരിക്കാം നെക്സ്റ്റ് പാർട്ട്. ആ മാമ്പറക്കൽ അഹമ്മദ് അലി അറിയാലോ, ലാലേട്ടനാണ്. അപ്പോൾ ആ ഒരു ക്യാരക്ടറിനെ ബിൽഡ് ചെയ്തിട്ടാണ് ഈ സിനിമ ഇങ്ങനെ കൊണ്ടുപോകുന്നത്. അതായത് ഈ സിനിമ ലൈവ് ആക്കുന്നത് മാമ്പറക്കൽ അഹമ്മദ് അലി എന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞ് ആ ഒരു ലെഗസി ഉണ്ടല്ലോ, ആ ലെഗസി ഇങ്ങനെ സ്റ്റേ ചെയ്തിട്ടാണ് ഈ സിനിമ ഇങ്ങനെ ലൈവാക്കി നിർത്തുന്നത്. അപ്പോൾ ആ ഒരു സംഭവം നെക്സ്റ്റ് പാർട്ടിൽ പോയി നോക്കാം. നെക്സ്റ്റ് പാർട്ടിൽ ഉണ്ടാകുന്നതും സംശയമാണ്, കാരണം അത്ര ലെവലിലുള്ള ഒരു ബോക്സ് ഓഫീസ് കളക്ഷൻ നിലവിൽ ഇപ്പം ഖലീഫ കിട്ടിയിട്ടില്ല. നമ്മൾ ഒന്നാമത് ഇപ്പുറത്ത് സൈഡിൽ ബത്ലഹേം കുടുംബ യൂണിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഫാമിലി ഓഡിയൻസ് മൊത്തം അതിൽ പോകും. ഇവിടെ അത്യാവശ്യം കൊമേഴ്ഷ്യൽ എലമെന്റ്സ് ആഗ്രഹിക്കുന്ന യൂത്ത് യങ് ഓഡിയൻസ് ആയിരിക്കും കൂടുതലും ഖലീഫയ്ക്ക് കയറാൻ സാധ്യതയുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ടീം ബത്ലഹേം കുടുംബ യൂണിറ്റിന് ടിക്കറ്റ് കിട്ടാതെ വെക്കേഷൻ ടൈമിൽ ഒരു പടം കാണുക എന്നുള്ളൊരു വൈബുള്ളവർ ഉറപ്പായിട്ടും ഖലീഫയ്ക്ക് കയറും. അന്നതല്ലാതെ സെക്കൻഡ് പാർട്ടിലേക്ക് ഇനിയിപ്പോ ഒരു സാധ്യത ഉണ്ടോ ഇല്ലയോ നമുക്കറിയില്ല, അതൊക്കെ വേറെ കാര്യം. പിന്നെ ഇന്റർവെൽ പഞ്ചൊക്കെ ഒരു നോർമൽ ലൈഫ് സ്റ്റൈലാണ്, കൂടുതലൊന്നും പറയുന്നില്ല. ഞാൻ കൊമേഴ്ഷ്യൽ സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് കയറാം, പൃഥ്വിരാജിനെ യങ് ആയിട്ട് കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് കയറാം. ക്യാമിയസിലൊന്നും വലിയ പ്രതീക്ഷ വേണ്ട, ജസ്റ്റ് പോയി ഒരു വൺ ടൈം വാച്ചബിൾ കൊമേഴ്ഷ്യൽ ഫ്ലിക് മൂവി, അത്രയേ ഉള്ളൂ.
മറ്റൊരു സിനിമയുടെ റിവ്യൂ വരുന്നവരെ എല്ലാവർക്കും